ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ബ്രെഡും മുട്ടയുണ്ടോ ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു സ്നാക്സ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് പെരിഞ്ജീരകം ഇട്ട് അതൊന്ന് പൊട്ടിയ ശേഷം 2 സബോള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സബോള ഒന്ന് വഴന്നു വരുന്ന സമയത്ത് അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ കറിവേപ്പിലയും മല്ലിത്തലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് അതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1-1.5 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മസാല കരിയാതെ ഒന്ന് വഴറ്റി കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് തന്നെ മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി എണ്ണ ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി അടുത്തതായിട്ട് പുഴുങ്ങിയ മുട്ട വട്ടത്തിൽ മുറിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബ്രെഡ് വെച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബ്രെഡിൻ്റെ 4 ഭാഗത്തും മുട്ട ഷെയ്ക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ബ്രെഡ് കൂടി വെച്ച ശേഷം ഒരു പാത്രം കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് ഈ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. മുട്ട ഉടച്ച് നന്നായിട്ട് ഇളക്കിയ ശേഷം അതിലേക്ക് മല്ലിയില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യാണ് തേച്ച് കൊടുക്കുന്നത്. നെയ്യ് തേച്ച് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിലേക്ക് മുക്കിയിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചിടാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.